കൂട്ടുകാരെ, എന്റെ പേര് ആർദ്ര. നിങ്ങൾക്ക് ഞാൻ 8ാം ക്ലാസ്സിന്റെ ബയോളജി ക്ലാസ് ആണ് എടുക്കുന്നത്. കഴിഞ്ഞ വർഷം നിങ്ങൾ ബേസിക് സയൻസ് എന്ന് പറഞ്ഞ് ഒരുമിച്ചായിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ വർഷം മുതൽ, അതായത് 8ാം ക്ലാസ്സിൽ നിങ്ങൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിങ്ങനെ 3ആയിട്ട് പഠിക്കുന്നുണ്ടല്ലേ. അതിലെ ബയോളജി ആണ് ഞാൻ എടുക്കുന്നത്. എന്താണ് ബയോളജി എന്ന് പറഞ്ഞാൽ? ബയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോളജി ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ലിവിങ് തിങ്സ്. അതായത് ബയോളജി എന്ന് പറയുന്നത് ഒരു ശാസ്ത്ര ശാഖയാണ്. ഇവിടെ ലിവിങ് തിങ്സ്, അതായത് ജീവനുള്ളവയെ പറ്റി പഠിക്കുന്നു. ഇനി എന്താണ് ജീവനുള്ളവയെന്ന് പറഞ്ഞാൽ? ഏതൊക്കെയാണ് ഈ ജീവനുള്ളവയെന്ന് പറഞ്ഞാൽ? അതായത് പ്ലാന്റ്സ്, ആനിമൽസ്, മൈക്രോ ഓർഗാനിസ്. ഇത് മൂന്നുമാണ്. മൂന്നിനെയും പറ്റി പഠിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ബയോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററിന്റെ പേര് ലെറ്റ്സ് കൾട്ടിവേറ്റ് ആൻഡ് റീപ് ഗുഡ്നെസ് എന്നാണ്. നട്ടു നനയ്ക്കാം, നന്മകൾ കൊയ്യാന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. കൾട്ടിവേറ്റ് എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലേ, കൃഷിയുമായി അല്ലെങ്കിൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ഈ ചാപ്റ്റർ എന്നല്ലേ. നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടോ കുട്ടി കർഷകൻ അവാർഡ് അല്ലെങ്കിൽ കർഷകശ്രീ അവാർഡ് എന്നൊക്കെ പറഞ്ഞിട്ട്? എന്തിനാണ് ഇങ്ങനെയുള്ള അവാർഡുകൾ ഗവൺമെന്റ് കുട്ടികൾക്ക് അല്ലെങ്കിൽ കർഷകർക്കൊക്കെ നൽകുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? പണ്ട് കാലങ്ങളെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ കൃഷി ഒരുപാട് പുറകിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞു വരികയാണ് അല്ലേ. പണ്ട് നമ്മുടെ നാട് നല്ല പച്ച പരവതാനി വിരിച്ചതുപോലെ കിടന്നിരുന്നതായിരുന്നു നെൽകൃഷിയൊക്കെ കൊണ്ട്. പക്ഷെ ഇപ്പം ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും 56-57 രൂപയ്ക്കൊക്കെ അരി വിലയ്ക്ക് വാങ്ങേണ്ട അവസ്ഥയാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ, അതായത് കൃഷി ചെയ്യാൻ വേണ്ടി കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഗ്രികൾച്ചറൽ അവാർഡ് അല്ലെങ്കിൽ കൃഷി അവാർഡുകൾ, കർഷകശ്രീ അവാർഡുകളൊക്കെ ആർക്ക് നൽകുന്നത്? കർഷകർക്ക് നൽകുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ കർഷകർ കൃഷി ചെയ്യാൻ മടിക്കുന്നത്? അല്ലെങ്കിൽ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം ഒരു ബുദ്ധിമുട്ടാണ് അല്ലേ. അതേപോലെ തന്നെ വിളകൾ, വിത്തുകളുടെയൊക്കെ വിലക്കയറ്റം ഒരു ബുദ്ധിമുട്ടാണ്. അതേപോലെ വളങ്ങളുടെ വിലക്കയറ്റം, ഇതൊക്കെ കർഷകനെ ബാധിക്കുന്ന, കൃഷിയിൽ ബാധിക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ, അതായത് ഞാൻ കൊല്ലം ജില്ലയിൽ മൈലം ഗ്രാമപഞ്ചായത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പന്നിശല്യമാണ്. അതുകൊണ്ട് തന്നെ കർഷകരെല്ലാം കൃഷി ചെയ്യാൻ ഭയങ്കരമായിട്ട് മടിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് കർഷകർ കൃഷിയിൽ നിന്നും പുറകിലേക്ക് മാറി നിൽക്കും. എന്നാൽ നമ്മൾ കേട്ടിട്ടില്ലേ, IT കമ്പനികളിലൊക്കെ വർക്ക് ചെയ്യുന്നവര് ആ ജോലി, അതായത് സ്ട്രെസ് കാരണം അതൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് എന്തിലേക്ക് വന്നു? കൃഷിയിലേക്ക് വന്ന് ഇപ്പൊ കൃഷിയാണ് അവരുടെ ജീവിതമാർഗമായിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ കൃഷിയെ നമുക്ക് പാടെ ഉപേക്ഷിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത് തന്നെ എന്താണ്? കൃഷിയാണ്. കൃഷിയില്ലാത്തൊരു ജീവിതത്തെ പറ്റിയും ചിന്തിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ഫുഡ് കഴിക്കണ്ടേ, ആഹാരം കഴിയട്ടെ, ഇതിനെന്ത് വേണം? കൃഷി വേണം അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ളതിനെ, അതായത് ഇങ്ങനെ പുറകിലേക്ക് മാറി നിൽക്കുന്നു, കൃഷി ചെയ്യാൻ വേണ്ടി കർഷകർ പുറകിലേക്ക് മാറി നിൽക്കുന്നു. അപ്പൊ അതിനെ പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവർക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിലാണ് ഈ കർഷകശ്രീ അവാർഡൊക്കെ നൽകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചിങ്ങം 1 കർഷക ദിനമായിട്ട് ആചരിക്കാറുണ്ട്. അവിടെ കർഷകനെ വിളിച്ച് ആദരിക്കാറൊക്കെ ഉണ്ടല്ലേ. കൃഷി ചെയ്യുന്നവർക്ക് മാത്രമല്ല, കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉൾപ്പെടുന്നവർക്കും ഈ അവാർഡുകൾ നമ്മൾ നൽകാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് കുറച്ച് പത്രക്കുറിപ്പുകളാണ്. അതായത് ഇങ്ങനെയുള്ള കൃഷിയുമായി ബന്ധപ്പെട്ട കുറച്ച് പത്രക്കുറിപ്പുകളാണ്. അപ്പൊ ആദ്യത്തത് ടപ്പിയോക്ക ഹാർവസ്റ്റർ അല്ലെങ്കിൽ ടപ്പിയോക്ക പ്ലക്കർ എന്ന് പറയും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ചീനി കൃഷിയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ ഈ ചീനി വിളവായി കഴിഞ്ഞ് ഇത് പറിക്കണമെങ്കിൽ കർഷകന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ലേബർ ചാർജ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ടപ്പിയോക്ക പ്ലക്കർ അല്ലെങ്കിൽ ടപ്പിയോക്ക ഹാർവസ്റ്റർ ഉണ്ടെങ്കിൽ എളുപ്പമായിട്ട്, അതായത് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ വിളവെടുക്കാൻ സഹായിക്കും. അപ്പൊ ഒരു കുട്ടി കണ്ടുപിടിച്ചതാണ് ഈ ടപ്പിയോക്ക ഹാർവസ്റ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണ്ടുപിടുത്തമാണ്. അടുത്തത് ബനാന ലീഫ്. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മൾ ഇടയ്ക്കൊക്കെ കേട്ടിട്ടുണ്ട് അല്ലെ, വാഴക്കുലകൾക്കൊക്കെ കൂട്ടമായിട്ട് വില കുറയാന്നുള്ളത്. അപ്പോൾ ഇവിടെ ഒരു കർഷകൻ വാഴക്കുലകൾക്ക് വില കുറഞ്ഞപ്പോൾ വാഴയുടെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയ ബനാന ലീഫ്, വാഴയില വിറ്റ് പ്രോഫിറ്റ് ഉണ്ടാക്കിയതിനെ പറ്റിയാണ് പറയുന്നത്. ഇത് നല്ലൊരു മാർഗമാണ് അല്ലെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ, അതായത് വില കുറയുന്ന സന്ദർഭങ്ങളിൽ കർഷകന് നഷ്ടം വരാത്ത രീതിയിൽ ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വിറ്റ് കാശ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് എന്താണ്? നല്ലൊരു മാർഗമാണ് അല്ലെ. അടുത്തത് ലീഫി ഗ്രീൻ ഷോപ്പ്, അതായത് ഇലക്കറികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു സംരംഭം അല്ലെങ്കിൽ ഒരു ഷോപ്പ്. നമ്മുടെ അമ്മമാര് പറയാറുണ്ട് അല്ലെ, ഇലക്കറികൾ ധാരാളം കഴിക്കണമെന്ന്. ഇപ്പോ ഇലക്കറികൾ അങ്ങനെ കിട്ടാറില്ല, ചീര മാത്രമായിരിക്കും നിങ്ങൾ എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്കറികൾക്ക് വേണ്ടി മാത്രം ഒരു സംരംഭം തുടങ്ങുന്നത് നല്ലൊരു ഐഡിയ ആയിരിക്കും അല്ലെ. അടുത്തത് ടർമറിക് കൾട്ടിവേഷൻ. എന്താണ് ടർമറിക്? മഞ്ഞൾ അല്ലെ.
ഇപ്പോൾ ഒരു യുവ കർഷകൻ മഞ്ഞൾ കൃഷി ചെയ്തു, ടർമറിക് കൾട്ടിവേറ്റ് ചെയ്തു. പക്ഷേ ഇത് വിളവെടുക്കുന്ന സമയത്ത് ഈ ടർമറിക് അല്ലെങ്കിൽ മഞ്ഞളിന്റെ വില വളരെയധികം കുറവായിരുന്നു. അപ്പോൾ അദ്ദേഹം ഇത് ഡയറക്റ്റ് പ്രൊഡക്റ്റ് ആയിട്ട് വിൽക്കാതെ, അതായത് മഞ്ഞളായിട്ട് തന്നെ കൊടുക്കാതെ ഇദ്ദേഹം ഈ മഞ്ഞളിന്റെ തന്നെ പല പല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി വിറ്റു. അങ്ങനെ അദ്ദേഹത്തിന് കാശ് സമ്പാദിക്കാൻ സാധിച്ചു. അത് നല്ലൊരു ഐഡിയ ആണ് അല്ലേ? അത് ഗന്ധകശാല റൈസ്, അതായത് ഇതൊരു ടൈപ്പ് ഓഫ് നെല്ലിനമായിരുന്നു. അപ്പൊ ഇത് അന്യം നിന്ന് പൊക്കോണ്ടിരുന്നതായിരുന്നു. അങ്ങനെ ഇതൊരു കർഷകനെ എടുത്ത് ഇതിനെ കൃഷി ചെയ്ത് ഒരു ന്യൂ ബ്രാൻഡ് ആയിട്ട് വിപണിയിലേക്ക് ഇറക്കി. അങ്ങനെ വിപണിയിലേക്ക് ഇറക്കിയപ്പോൾ ഇത് കൂടുതൽ ആളുകൾ വാങ്ങാൻ തുടങ്ങി. അപ്പൊ ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ള കർഷകരും എന്ത് ചെയ്തു? ഇത് കൃഷി ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ അന്യം നിന്ന് പൊക്കോണ്ടിരുന്ന ഗന്ധകശാല റൈസ് എന്ത് ചെയ്തു? കൂടുതൽ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? ഇതൊരു ന്യൂ ബ്രാൻഡായിട്ട് വിപണിയിലേക്ക് ഇറക്കിയത് കൊണ്ടാണ് എന്ത് ഈ ഗന്ധകശാല റൈസ് കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പൊ നമ്മൾ ഇത്രയും നോക്കിയത് കാർഷിക മേഖലയിൽ സംഭവിച്ച ഓരോ മാറ്റങ്ങളെ കുറിച്ചുള്ള പത്രക്കുറിപ്പുകളായിരുന്നു അല്ലെ? അപ്പോൾ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ, അതായത് പഴയ കാലത്തെ അപേക്ഷിച്ച് പുതിയ കാലത്തിലേക്ക് ഒരുപാട് ഇന്നോവേഷൻസ് ഈ കുട്ടി കർഷകർ കൊണ്ടുവന്നിട്ടുണ്ടല്ലേ? അപ്പൊ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കർഷകർക്ക് എന്നും ഒരു മുതൽക്കൂട്ടാണ് അല്ലെ? ഈ പുതിയ വഴികൾ അല്ലെങ്കിൽ ന്യൂ വേസ് നമ്മുടെ കാർഷിക മേഖലയ്ക്ക് തന്നെ എന്താണ്? ഒരു മുതൽക്കൂട്ടാണ്. നിങ്ങൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ഈ കർഷകരൊക്കെ ലോൺ എടുത്തായിരിക്കുമല്ലോ ഈ കൃഷിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വിളയ്ക്ക് വിലയില്ലാതെ വരുന്ന സമയങ്ങളിൽ ഈ കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള രീതികൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ കൃഷി എന്ന് പറയുന്നത് നമ്മുടെ ഒരു അടിസ്ഥാന ഘടകം തന്നെയാണല്ലേ? അപ്പൊ നിങ്ങളും നിങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു കൃഷിയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.